ഗൈസ് നല്ല മജ ഗൈസ്. എതൊരു അവനാണ് വരുമ്പോ സ്നാക്സ് എല്ലാം എടുത്തോണ്ട് ബോട്ടി എന്തിനാ ഹലോ ഗൈസ്, വെൽക്കം ടു എൻ പി പാർട്ട്ണർ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര വീഡിയോ ഒട്രാസ് വൈബ് ആക്കാൻ പോകുന്നത് പോയിട്ടാണോ. അപ്പോൾ എന്ത് സീനല്ലെങ്കിൽ ഒരു തോണിയിൽ പോകുന്ന സീൻ. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എടുത്തായിട്ട് നമുക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല. തലപ്പാട്ടിലാണ് പ്ലേസ്. അപ്പോൾ ഞാൻ ഈ സംസു, സഫീർ, സവാദ്, പിന്നെ ആരെല്ലാം നജീബ്, പിന്നെ നമ്മളെ സാബിത് ഭായി ഉണ്ട്. പുഷ്പക്ക് വിളിച്ച് ഞാൻ പുഷ്പ ചെല്ലി എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ ലേറ്റ് ആവുന്നു. അതുകൊണ്ട് നിങ്ങൾ പോയിരുന്നില്ല. അതുകൊണ്ട് പുഷ്പ ഇല്ല, ഞങ്ങൾ ഉണ്ട്. അപ്പോൾ പുഷ്പ എന്തായാലും 6:30 മണിയാവും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ. അവിടെ 6:30 മണിയാകുമ്പോൾ സംഭവം ക്ലോസ് ആണ്. അപ്പോൾ അതിനായിട്ട് മുന്നേ ഞങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് ആ സീനെല്ലാം നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മ എത്തേണ്ട പ്ലേസിലേക്ക് എത്തി. ഇനി പോകാനുള്ളത് ഈ ലൈറ്റ് ഇങ്ങനെ പോകുന്നത്. ഈ ലൈറ്റ് അല്ല, ഈ തോണിയിലാണ് നമ്മൾ പോകുന്നത്. ഗ്യാപ്പിലായിട്ട് പോകുന്നത്. ആ പോകുന്ന സീനിലാണ് നിങ്ങൾക്ക് ഇനി കാട്ടമുള്ളത്. അപ്പോൾ കാത്തോണ്ടുള്ളത് സെപ്പീറോന് സാബിദിനെ വിളിച്ചോണ്ട് വരാൻ പോയി. അതിന് വേണ്ടി വന്നപാട് യാത്ര തുടങ്ങി. തോണി ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ സംശയമില്ലെന്ന് എനിക്കല്ല കൈ വെച്ചോണ്ട് സെപ്പീറോടെ ഇരുന്ന് സവാദിരുന്ന് മിഡിലായിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ബാക്ക് സീനെല്ലാം എനിക്ക് കാണി. ബാക്ക് ക്യാമറ ഗൈസ്, നല്ല മജ ഗൈസ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് തോണിയിൽ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ. ഞാൻ സവദേ നടുവത്ത് വന്നിരുന്നാ നീ പന്തേങ്ങ ആടുന്നപ്പുറം ഇപ്പുറം സാബിത്തേ സംസോ എങ്ങനെ ആടുന്ന നീ റോൾസ് റോയ്സിലല്ല പോകുന്നത്, തോണിയിൽ പോയിക്കൊണ്ടു. വീട്ടിൽ ഇരുന്നില്ല, ഞാൻ വീട്ടിൽ നിന്നിനാറാ. പോയി വന്നിട്ടില്ല മിസ്സറാ സാബിത്തെ. La 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 la. Wow. കനമുണ്ട് ആ സൈഡ്, ഒരു സൈഡ്. കൈയ്യെടു സീൻ കാണാം. അങ്ങനൊക്കെ ഹായ്. എങ്ങനെ മജല്ലേ ഒട്രാസ് മജ. സെപ്പീറിനെ കണ്ടിട്ടേ ഇല്ല അല്ല സെപ്പീരെ. ഹായ്. കുറച്ച് പേടിയില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. അപ്പൊ ഈ കടലിൽ പോകുന്നവരെ സമ്മതിക്കണോ? നമുക്ക് കീഴന്നെ പോകുമ്പോ പേടിച്ചിട്ട് ബേർക്ക്. ഇതാ വട്ടപ്പാടി ബീച്ച് അല്ലേ. എല്ലാവർക്കും കാല സെപ്പീർ കണ്ട ഇങ്ങ തിരിഞ്ഞു നിൽക്കാ. വരുമ്പോ സ്നാക്സ് എല്ലാം എടുത്തോണ്ട് ബോട്ടി എന്തിനാ ബോട്ടി വേറെ ഒന്നുണ്ടാ.
കുറെ ഐറ്റം എല്ലാം എടുത്തോണ്ട് വന്നു തിന്നോണ്ടേ പോകുന്ന ഒരു എക്സ്പീരിയൻസ്, ഭയങ്കര എക്സ്പീരിയൻസ്. സാബിത എങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെ? സംസോ നജിബോ ഷബീറെ ഇത്ര അടുത്തുണ്ടായിട്ട് ഞമ്മക്ക് അറിഞ്ഞ് കൊറേ ലോങ് ആയി അറിയുമ്പോ അറിഞ്ഞിട്ടാകുമ്പോ വന്നിട്ട് നമുക്ക് ആ തണ്ണി ഇല്ല ഞാൻ അവിടെ. ചില ടൈമിൽ തണ്ണി ഇരിക്കുന്നില്ല, തണ്ണി ഉള്ള ടൈമിൽ മാത്രമേ നമുക്ക് പോകാൻ കഴിയുന്നത്. സാബിത അങ്ങനെ ഒരു മുണ്ടനി കിട്ടുന്നില്ലല്ലേ. ഇവിടെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒരു നിപ്പിക്കളും ഇതിന് ഇവിടെ കടലുണ്ട് അപ്പുറത്ത്. ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ കടലിലേക്കാണ് എത്തിയത്. ഇപ്പൊ ഇനി കടലിന്റെ സീൻ കുറച്ച് ആടുണ്ട്. കടൽ നല്ല സീനാവും. അപ്പൊ ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഇങ്ങനെ എല്ലാ കടലിന്റെ കാര്യത്തേക്കെല്ലാം പോയിട്ട് ബാക്ക് തോണില്ല അത്ര ഗൈസ്. അങ്ങനെ അവിടെ നിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതാ കടലെല്ലാം കാണാൻ ഇതൊരു മജ. എന്തോ ഉണ്ടല്ലോ സീന് സാബിത്തിന്റെ. അപ്പൊ അവിടെ പോയിട്ട് ആ ഒരു സീനായി. പിന്നെ വീണ്ടും തോണിയിലേക്ക് ഞങ്ങൾ വന്ന് ഇനിയിപ്പോ ബാക്കും തോണിയിൽ തന്നെ ഒരു യാത്ര. അപ്പൊ എന്ത് ഇട്ടായിക്കൊണ്ട് വന്ന് മൂന്നിയായിക്കൊണ്ട് അസർക്ക് 4 മണിക്ക് എത്തേണ്ടത്. ഈ സാബിത്തിന്റെ ചെലത്താണ് 5:30 മണി. നോൺ സ്റ്റോപ്പ് തിന്നല്ല സംസുബായി. അഖില ചരാചര പാലകനെ അകമറിയുന്നോനല്ലാഹു നീ. ബല പാടിയാറാ ഞാൻ ಯಾಪ ತೆಪ್ಪೇರವು ರಾತ್ರಿ. ಓಕೆ 8 ಮಣಿಗೆ ಎಡ್ಕೊಲ್ಲ ಇದು ಆಡ್ತಾರೆ ಬೆರ್ಲದನೆ ಕೂಡ ಏನು ಜೆಸಿಬಿ ಇಲ್ಲ ಇದು ದೀಪುರ ನೌಶಾ. ಇದು ದೀಪ್ ಅಪ್ಪ ಕಡಲ ಇಪ್ಪರ ತಣ್ಣಿ എന്നോട് ഒരു ദീപ് ഞങ്ങൾ ഇപ്പോൾ അവിടെ പോകുന്നു. ഇത് ദീപ് അല്ലേ? ഇതെങ്ങനെ അടി പൊട്ടിക്കുന്നത്? ഇതിങ്ങനെ പൊട്ടി ജെസിബിതാ ഒക്കെ ഇത് തണ്ണി നിറഞ്ഞങ്ങറ. അവിടെ തണ്ണി നിറഞ്ഞെങ്കിലേ ഒരു അതിനെ പൊട്ടിച്ചിട്ട് അപ്പുറത്തെ കടലിലേക്ക് കളിക്കുന്ന തണ്ണിനെ. അങ്ങനെ ഇത് ഒരു കൊട്ടുള്ളി പിക്കാസിൽ ഓപ്പൺ ആക്കുന്നത് മണ്ണല്ലേ? മണ്ണല്ല, അത് പൊയ്യ. അപ്പൊ ഗൈസ് എണ്ടായിക്കൊണ്ട് വന്ന് നല്ല വൈബ്, നല്ല എല്ലായിടത്തും ചുറ്റിച്ചിന് വാടക്കൊണ്ട് നമ്മൾ കേട്ട് വേണം. എക്സ്ട്രാ അല്ല കുറേ കൊണ്ടുപോകാനാണ്. ഞങ്ങൾ ഈ 3 ഞങ്ങൾക്ക് മതിയെന്നല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്താക്കാം, തളപ്പാടി കഴിഞ്ഞിട്ട് വരിക, അവിടെ പരൻ്റെ അവിടേക്ക് എത്തിയ പിന്നെ അയാളിൽ കേൾക്കാം. തണ്ണി ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോകത്രേ. അപ്പൊ എല്ലാ നാളും ഇല്ല. അപ്പൊ ചിലപ്പോ ഹയസ്റ്റ് തണ്ണി ഇരിക്കുന്നു, ഏതെങ്കിലും ഒരു 2 നാളിൽ തണ്ണി ഇരിക്കുന്നില്ല. അങ്ങനെയല്ലേ ഇച്ചാ? ഏതെങ്കിലും ഒരു 2 നാളിൽ തണ്ണി ഇരിക്കുന്നില്ല. അപ്പൊ വേറെ ലൊക്കേഷൻ ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് ലൊക്കേഷൻ ചെലുത്തി തന്ന് അറിഞ്ഞിട്ടില്ല. ഒന്നും കൂടി ചെല്ല തലപ്പാടി ടോൾ ഗേറ്റ് കഴിഞ്ഞിട്ട് കാസർഗോഡ് നിന്ന് വരുന്നവർക്ക് നമുക്ക് അവിടെ കേസ് റോഡ് എത്തുന്നാട്ടി മുന്നേ ഉടുപ്പി ഹോട്ടലിന്റെ ഓപ്പോസിറ്റിൽ ഒരു റോഡ് പോയി. അവിടെ കേട്ടങ്ങ് ചെല്ലു. ഇവിടെ ജാഗയുടെ പേരെന്ത്? ഐലൻഡ് ടൊട്ടി ഹൗസിന്റെ ഐലൻഡ് റോഡ്. കരോട എന്ത് ബറോഡ ബാങ്ക്. നിന്നെ കാണുന്നില്ല, എന്നെ കണ്ട വോയിസ് കേൾക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ പോകുന്ന സീനൊക്കെ കാണുന്നല്ലേ. ഹൈലൈറ്റ് പേരാ സംഭവം തലപ്പാടി തന്നെയല്ലേ ചെല്ല ബട്ടിപ്പാടി ബീച്ച് അല്ലേ. അപ്പൊ അവിടെ കേട്ടോണ്ട് വരുമ്പോ ചെല്ലു എന്ത് ബട്ടിപ്പാടി ബീച്ചും അവിടെയാണ് തലപ്പാടിലെ.